ഒരു ആശിഖിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും മനോഹരമായ സംസാരമാണ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ സ്വപ്നത്തിൽ വന്നു എന്ന വാചകം. ഒരു ആശിഖിന് പറയാൻ പറ്റുന്ന അതിനേക്കാൾ മനോഹരമായ മറ്റൊരു വാചകം വേറെയില്ല. കിതാബുകളിൽ വലിയ ചരിത്രകാരനെന്നും ഹമലത്തുൽ ഇൽമിൽപ്പെട്ട ആളാണെന്നും ഒക്കെ പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു മനോഹരമായ ചരിത്രമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഒരു അവിശ്വാസിയായ അയൽക്കാരനുണ്ടായിരുന്നു. വകുന്തു ഫീ ശഹ്രി റബീഉൽ അവ്വൽ അദ്ഉൽ ഫുഖറാഅ വഅഅമലു മൗലിദൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ചൊല്ലി അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നൊരു പതിവ് എനിക്കുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ ആ അയൽക്കാരൻ എന്നോട് ചോദിച്ചു, ഫഖാല ലീ ദാലിക ദിമ്മി ലിമ തഫ്അൽ ഫീ ഹാദാ അശ്ശഹ്രി ദൂന ഗൈരിഹി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മാസത്തിൽ മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഫറഹം ബി മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എൻ്റെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തോട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ലിഅന്നഹു വലിദ ഫീ ഹാദാ അശ്ശഹ്ർ, കാരണം ഈ മാസത്തിലാണ് അവർ ജന്മം കൊണ്ടത്. അങ്ങനെ അദ്ദേഹം ഫജഅല യഹ്സഉ ബി, എന്നെ പരിഹസിച്ചു കൊണ്ടിരുന്നു. ഫഅസ്സ അലയ്യ ദാലിക വവജദ്തു മിൻ ദാലിക അംറൻ അളീമ, അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായി അയാൾ എന്നെ കളിയാക്കിയപ്പോൾ. ഫലമ്മാ നിംതു ഫീ തിൽക അല്ലൈല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. അങ്ങനെ ആ രാത്രിയിൽ വിഷമത്തോടുകൂടെ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ സാക്ഷാൽ ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ഫഖാല ലീ മാ ബിക, എന്താ നിന്റെ പ്രശ്നം എന്നോട് ചോദിച്ചു. ഫഅഖ്ബർതുഹു ബിഖബ്രി മഅദ്ദിമ്മി, ഞാൻ ഈ വിഷയങ്ങളൊക്കെ തങ്ങളോട് അവതരിപ്പിച്ചു. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തഹ്സൻ ഫഇന്നഹു യഅതി ഇലൈക ഗദൻ വഹുവ മുഅ്മിൻ, നിങ്ങൾ വിഷമിക്കണ്ട, നാളെ ആ മനുഷ്യൻ മുഅ്മിനായി വിശ്വാസിയായി നിങ്ങൾ അരികിൽ വരും. അങ്ങനെ അദ്ദേഹം പറയാണ്, ഫസ്തൈഖൽതു വഖദ് തസായദ വജ്ദി വഅന അൻതളിറു ഇൻജാസ വഅദി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഉണർന്നു. ഇഷ്ടത്തോടുകൂടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എൻ്റെ നബി എനിക്ക് വാഗ്ദാനം ചെയ്തത് പുലരുമെന്ന് കരുതി. വസുഹ്ബുൽ മദാമിഅ ഖദ് ജറത് അലാ ഖദ്ദി, എൻ്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ പ്രവാഹമുണ്ടായി. വഇദം ബിൽ ബാബി യുത്റഖു വദ്ദിമ്മി യഖൂൽ, പെട്ടെന്നാണ് ആരോ വാതിൽ മുട്ടിയത്. ആ